നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ചരിത്രം എക്കാലവും ഓർമ്മിക്കുന്ന ലോകത്തിന്റെ ഗതിമാറ്റിയ ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരിൽ ചിലരെ ജനം ദൈവത്തെപ്പോലെ ആരാധിക്കുമ്പോൾ മറ്റു ചിലരെ ലോകം ഭയത്തോടെയും വെറുപ്പോടെയുമാണ് നോക്കിക്കാണുന്നത്. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ അനാവരണം ചെയ്യാൻ പോകുന്നത് പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ സ്വന്തം ആശയങ്ങൾ കൊണ്ട് അതിരുകൾ വരച്ച ആധുനിക ലോകം കണ്ട ഏറ്റവും ശക്തരായ ഏകാധിപതികളിൽ ഒരാളായിരുന്ന ഒരു മനുഷ്യന്റെ ഇതിഹാസതുല്യമായ ജീവിതകഥയാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നുയർന്നുവന്ന് ചോരപ്പുഴയൊഴുകിയ ഇസ്ലാമിക വിപ്ലവത്തിന്റെ തീച്ചൂളയിലൂടെ നടന്ന് ഇറാന്റെ പരമോന്നത നേതാവായി മാറിയ സാക്ഷാൽ ആയത്തുള്ള അലി ഖമേനിയുടെ, അതായത് അയോത്തുള്ള അലി ഖമേനിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ അന്ത്യവും. അതെ, മഷാദിലെ ഇടുങ്ങിയ തെരുവുകളിലെ ഒരു സാധാരണ മതപണ്ഡിതനിൽ നിന്ന് തുടങ്ങി ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായ അദ്ദേഹം ഒടുവിൽ 2026 ഫെബ്രുവരി 28 അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും CIA മൊസാദ് സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതുവരെയുള്ള സംഭവബഹുലവും ചോരമണക്കുന്നതുമായ ജീവിതകഥയാണിത്. എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു അധികാരം പിടിച്ചെടുത്തതെന്നും തന്റെ ശത്രുക്കളെ എങ്ങനെയാണ് യാതൊരു ദയയുമില്ലാതെ അദ്ദേഹം ഇല്ലാതാക്കിയതെന്നും ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ കോട്ടയ്ക്കുള്ളിൽ വെച്ച് തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഈ വീഡിയോ നിങ്ങളോട് വളരെ വിശദമായി പറയുന്നു. ഈ ദീർഘവും ഉദ്വേഗജനകവുമായ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലിരുന്നാണ് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതെന്നും ഇപ്പോൾ നിങ്ങളുടെ അവിടെ സമയം എത്രയാണെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ആഴത്തിലുള്ള ഗവേഷണം നടത്തി ഓരോ ചരിത്ര വിവരങ്ങളും യാതൊരു പിഴവുകളുമില്ലാതെ കൃത്യതയോടെ നിങ്ങളിലേക്കെത്തിക്കാൻ ദിവസങ്ങളോളം നീളുന്ന കഠിനാധ്വാനവും വായനയും എഡിറ്റിംഗും ആവശ്യമാണ്. അതിനാൽ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ പിന്തുണയ്ക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് നൽകുന്ന ഊർജവും പ്രോത്സാഹനവും പറഞ്ഞറിയിക്കാനാവാത്തത്ര വലുതാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ കാണുക, കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സൈനിക നീക്കങ്ങളിലൊന്നിന്റെ കഥയാണ് ഇതിന്റെ അവസാന ഭാഗത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇറാന്റെ ഇരുണ്ടതും രക്തരൂക്ഷിതവുമായ ചരിത്രത്തിലേക്ക് നടന്നു കയറാം. 1939 ഏപ്രിൽ 19 ഇറാനിലെ ആത്മീയ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുണ്യനഗരമായ മഷാദിലെ ഇടുങ്ങിയതും പഴക്കമേറിയതുമായ ഒരു തെരുവിലാണ് അലി ഹുസൈനി ഖമേനി ജനിച്ചത്. ഷിയ മുസ്ലിങ്ങളുടെ 8ാമത്തെ ഇമാമായ ഇമാം റസയുടെ ഭീമാകാരമായ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മഷാദ്. എപ്പോഴും പ്രാർത്ഥനകളുടെയും കുന്തുരുക്കത്തിന്റെയും ഗന്ധം തങ്ങി നിൽക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ആ നഗരത്തിലെ അത്രയൊന്നും സമ്പന്നമല്ലാത്ത ഒരു ചെറിയ ഒറ്റമുറി വീട്ടിലായിരുന്നു അലിയുടെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് ജവാദ് ഖമേനി തികഞ്ഞ യാഥാസ്ഥിതികനായ വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു മതപണ്ഡിതനായിരുന്നു. മാതാവ് ഖദീജ മിർദമാദിയാകട്ടെ പ്രശസ്തമായ ഒരു ഇസ്ലാമിക പണ്ഡിത കുടുംബത്തിൽ നിന്നുള്ള വനിതയായിരുന്നു. 8 മക്കളുള്ള ആ വലിയ കുടുംബത്തെ പോറ്റാൻ സയ്യിദ് ജവാദ് ഖമേനി പെട്ടപാട് ചെറുതായിരുന്നില്ല. ദാരിദ്ര്യം അവരുടെ വീടിന്റെ ഒരു നിത്യ സന്ദർശകനായിരുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അത് അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചിരുന്നു. ഖമേനി തന്റെ ബാല്യകാല സ്മരണകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, രാത്രികളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാതെ ആ കുട്ടികൾ പട്ടിണിയോടെ ഉറങ്ങാൻ കിടന്ന ദിവസങ്ങൾ നിരവധിയാണ്. അതിഥികൾ വരുമ്പോൾ മാത്രം വീട്ടിൽ നല്ല ഭക്ഷണം പാകം ചെയ്യുകയും അല്ലാത്ത ദിവസങ്ങളിൽ ഉണക്ക റൊട്ടിയും ചായയും മാത്രം കഴിച്ച് ജീവിക്കുകയും ചെയ്തൊരു ഭൂതകാലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്നാൽ ഭൗതികമായ ഈ കൊടിയ ദാരിദ്ര്യം അവരുടെ ആത്മീയ ജീവിതത്തെയോ പഠനത്തെയോ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ലോകമെമ്പാടും ഉരുണ്ടുകൂടുന്ന കാലമായിരുന്നു അത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്യന്തം കലുഷിതമായിരുന്നു. അക്കാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ റസാ ഷാ പഹ്ലവിയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്ന റസാ ഷാ ഇറാനെ ഒരു ആധുനിക മതേതര രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി
അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും സ്ത്രീകൾ പരസ്യമായി ഹിജാബ് ധരിക്കുന്നതിന് വിലക്കുകയും പാരമ്പര്യമായ ഇസ്ലാമിക വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് ഇറാനിലെ ഭൂരിപക്ഷം വരുന്ന യാഥാസ്ഥിതിക ജനവിഭാഗങ്ങൾക്കിടയിലും പ്രത്യേകിച്ചും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിലും വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചത്. സയ്യിദ് ജവാദ് ഖമേനിയെപ്പോലുള്ള പണ്ഡിതന്മാർ ഭരണകൂടത്തിന്റെ ഈ നടപടികളെ രഹസ്യമായും പരസ്യമായും എതിർത്തുപോന്നു. ഒരു വശത്ത് ഷാ രാജാക്കന്മാരുടെ ആഡംബരപൂർണമായ ജീവിതവും പാശ്ചാത്യ സംസ്കാരത്തോടുള്ള ഭ്രമവും, മറുവശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നരയ്ക്കുന്ന സാധാരണക്കാരായ ഇറാനിയൻ ജനങ്ങളും. ഈ വലിയ സാമൂഹിക അന്തരം വളരെ ചെറുപ്പത്തിൽ തന്നെ യുവ അലിയുടെ മനസ്സിൽ ഭരണകൂടത്തോടുള്ള വെറുപ്പും വലിയ ചോദ്യങ്ങളും ഉയർത്തി. 1941-ൽ ബ്രിട്ടീഷ് സോവിയറ്റ് യൂണിയൻ സൈന്യങ്ങൾ ഇറാനിലേക്ക് ഇരച്ചുകയറിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അച്ചുതണ്ടു ശക്തികൾക്ക് റസാ ഷാ രഹസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്ന് സംശയിച്ച സഖ്യകക്ഷികൾ അദ്ദേഹത്തെ നിർബന്ധിതമായി അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും നാടുകടത്തുകയും ചെയ്തു. പകരം അദ്ദേഹത്തിന്റെ യുവനായ മകൻ മുഹമ്മദ് റസാ ഷാ പഹ്ലവിയെ അവർ അധികാരത്തിലേറ്റുകയും ചെയ്തു. ഈ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലാണ് അലി ഖമേനിയുടെ ബാല്യം കടന്നുപോയത്. തന്റെ പിതാവിന്റെ കർശനമായ ശിക്ഷണത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മക്തബ് എന്നറിയപ്പെടുന്ന പരമ്പരാഗത പാഠശാലയിൽ ചേർന്ന് ഖുറാനും ഇസ്ലാമിക നിയമങ്ങളും പഠിക്കാൻ അലി ഖമേനി തുടങ്ങി. ആ കുട്ടിയുടെ കണ്ണുകളിൽ അന്നുതന്നെ വല്ലാത്തൊരു തിളക്കവും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള അസാമാന്യമായ പാടവവും ഉണ്ടായിരുന്നു. മതപഠനത്തോടൊപ്പം തന്നെ സാഹിത്യത്തോടും കവിതകളോടും അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറബ്ലസ്, ലിയോ ടോൾസ്റ്റോയിയുടെ കൃതികൾ തുടങ്ങിയ പാശ്ചാത്യ ക്ലാസിക്കുകൾ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്തത് വായിച്ചു. പല യാഥാസ്ഥിതിക പണ്ഡിതന്മാരും നോവലുകൾ വായിക്കുന്നത് വിലക്കിയിരുന്നെങ്കിലും യുവ ഖമേനി രഹസ്യമായി ലോകസാഹിത്യങ്ങൾ വായിക്കുകയും പേർഷ്യൻ കവിതകൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഈ വായനാശീലം അദ്ദേഹത്തിന്റെ ഭാഷാ സ്വാധീനത്തെയും പ്രസംഗകലയെയും വലിയ രീതിയിൽ സഹായിച്ചു. മഷാദിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി അദ്ദേഹം ഹൗസ എന്നറിയപ്പെടുന്ന ഉന്നത ഇസ്ലാമിക സെമിനാരിയിൽ ചേർന്നു. അവിടെ വെച്ച് അറബിക് ഭാഷ, ഇസ്ലാമിക തത്വശാസ്ത്രം, യുക്തിചിന്ത, കർമ്മശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം നേടി. തന്റെ 18-ാം വയസ്സിൽ 1957-ൽ അദ്ദേഹം ഇറാഖിലെ ഷിയ പുണ്യനഗരമായ നജഫിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തി. അവിടെ വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ പണ്ഡിതന്മാരുമായി സംവദിക്കാനും വിശാലമായ ഷിയ ഇസ്ലാമിക ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പിതാവിന്റെ നിർബന്ധപ്രകാരം അധികം വൈകാതെ തന്നെ അദ്ദേഹം മഷാദിലേക്ക് തിരികെ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ വെമ്പുന്നുണ്ടായിരുന്നു. 1958-ൽ മഷാദിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ സിരാകേന്ദ്രമായ ഖോമിലേക്ക് ഉപരിപഠനത്തിനായി അദ്ദേഹം തീരുമാനിച്ചു. ഈ തീരുമാനം അലി ഖമേനിയുടെ വ്യക്തിജീവിതത്തിലെ വെറുമൊരു മാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാന്റെയും പശ്ചിമേഷ്യയുടെയും ഭാവി ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കം കൂടിയായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ പോകുന്ന സാക്ഷാൽ റൂഹുള്ള ഖൊമൈനിയെ അദ്ദേഹം അവിടെ വെച്ചാണ് കണ്ടുമുട്ടാൻ പോകുന്നത്. അധികാരത്തിന്റെ ശീതള ഛായയിൽ നിന്ന് ജനലക്ഷങ്ങളെ വിപ്ലവത്തിലേക്ക് നയിക്കാനുള്ള ഒരു നേതാവിന്റെ പിറവി ഖോമിലെ ആ നാളുകളിലായിരുന്നു. 1958-ൽ ഖമൈനി ഖോമിലെത്തുമ്പോൾ ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രഷർ കുക്കറിന് സമാനമായിരുന്നു. 1953-ൽ നടന്ന കുപ്രസിദ്ധമായ സൈനിക അട്ടിമറിയുടെ 1953 ഇറാനിയൻ കൂഡറ്റ മുറിവുകൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറാന്റെ എണ്ണസമ്പത്ത് ദേശസാൽക്കരിക്കാൻ ശ്രമിച്ച ജനകീയനായ പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദക്കിനെ അമേരിക്കയുടെ CIA-യും ബ്രിട്ടന്റെ MI6-ഉം ചേർന്ന് രഹസ്യമായി അട്ടിമറിക്കുകയും ഷാ മുഹമ്മദ് റസാ പഹ്ലവിക്ക് പൂർണ്ണവും സ്വേച്ഛാധിപത്യപരവുമായ അധികാരം നൽകുകയും ചെയ്ത സംഭവമായിരുന്നു അത്. ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കളിപ്പാവയായി ഷാ ഭരണകൂടം മാറി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും ഷായുടെ ഏകാധിപത്യത്തിനെതിരെയും ഖോമിലെ മതപഠന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ പുകയുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ്
അലി ഖമൈനി ഖോമിലെത്തുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പിതാവായ സാക്ഷാൽ റൂഹുള്ള ഖൊമൈനിയെ ഖമൈനി കണ്ടുമുട്ടുന്നു. ഖൊമൈനിയുടെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ യുവ ഖമൈനിക്ക് അതൊരു പുതിയ ലോകത്തേക്കുള്ള വാതിലായിരുന്നു. വെറുമൊരു മതപണ്ഡിതനായിരുന്നില്ല ഖൊമൈനി. ഇസ്ലാം കേവലം പള്ളികളിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്നും അത് സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും നിയമപരവുമായ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കേണ്ട ഒരു സമ്പൂർണ്ണ ഭരണഘടനയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഷാ ഭരണകൂടത്തെ ഇസ്ലാമിക തത്വങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നേരിടാമെന്ന് ഖൊമൈനി തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ഖൊമൈനിയുടെ തീപ്പൊരി പാറുന്ന പ്രഭാഷണങ്ങൾ അലി ഖമേനിയുടെ സിരകളിൽ വിപ്ലവത്തിന്റെ അഗ്നി പടർത്തി. ഇക്കാലയളവിൽ ഫദായീൻ ഇ ഇസ്ലാം എന്ന തീവ്ര സായുധ സംഘടനയുടെ സ്ഥാപകനായ നവാബ് സഫവിയിൽ നിന്നും ഖമേനി വലിയ തോതിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെ സായുധമായി നേരിടണം എന്ന ചിന്ത ഖമൈനിയിൽ രൂപപ്പെടുന്നത് സഫവിയിലൂടെയാണ്. 1963 ഷാ ഭരണകൂടം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന പേരിൽ രാജ്യത്ത് ചില വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഭൂപരിഷ്കരണം, സ്ത്രീകൾക്ക് വോട്ടവകാശം, സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം തുടങ്ങിയവയായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. പുറമെ നോക്കുമ്പോൾ ഇതൊരു പുരോഗമനപരമായ നീക്കമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം മതസ്ഥാപനങ്ങളുടെ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കലും ഇറാനെ പൂർണ്ണമായും ഒരു പാശ്ചാത്യവൽക്കരിച്ച മതേതര രാജ്യമാക്കി മാറ്റലും രാജാവിന്റെ അധികാരം കൂടുതൽ അരക്കിട്ടുറപ്പിക്കലുമായിരുന്നു എന്ന് ഖൊമൈനിയും കൂട്ടരും തിരിച്ചറിഞ്ഞു. ഇതിനെതിരെ ഖൊമൈനി അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. 1963 ജൂണിലെ ആശൂറ ദിനത്തിൽ മുഹമ്മദ് റസാ ഷായെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഏകാധിപതിയായ യസീദിനോടുപമിച്ചുകൊണ്ട് ഖൊമൈനി ഒരു ചരിത്ര പ്രഭാഷണം നടത്തി. ഇതിൽ പ്രകോപിതനായ ഷാ ഖൊമൈനിയെ അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് ഇറാനിലുടനീളം വൻ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1963 ജൂൺ 5 15th ഖോർദാദ് മൂവ്മെന്റ് നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ ഷായുടെ സൈന്യം മൃഗീയമായി അടിച്ചമർത്തുകയും നൂറുകണക്കിന് ആളുകളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഒടുവിൽ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഷാ ഖൊമൈനിയെ നാടുകടത്തി. ആദ്യം തുർക്കിയിലേക്കും പിന്നീട് ഇറാഖിലെ നജഫിലേക്കുമാണ് ഖൊമൈനി നാടുകടത്തപ്പെട്ടത്. തന്റെ പരമോന്നത ഗുരുവായിരുന്ന ഖൊമൈനി നാടുകടത്തപ്പെട്ടതോടെ ഇറാനിലെ രഹസ്യ വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം യുവനേതാക്കളായ അലി ഖമേനിയുടെയും ഹാഷമി റഫ്സൻജാനിയുടെയും ചുമലിലായി. ഖമേനി മഷാദിലേക്കും തെഹ്റാനിലേക്കും കേന്ദ്രീകരിച്ച് രഹസ്യമായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഷാ ഭരണകൂടം ഇതിനോടകം തന്നെ തങ്ങളുടെ ഏറ്റവും ക്രൂരമായ ആയുധം പുറത്തെടുത്തിരുന്നു. അമേരിക്കയുടെ CIA-യുടെയും ഇസ്രയേലിന്റെ മൊസാദിന്റെയും നേരിട്ടുള്ള പരിശീലനം ലഭിച്ച സാവക് എന്ന രഹസ്യ പോലീസ് സംഘടനയായിരുന്നു അത്. ഷായെ എതിർക്കുന്നവരെ ഏതു വിധേനയും ഇല്ലാതാക്കുക എന്നതായിരുന്നു സാവക്കിന്റെ ലക്ഷ്യം. അലി ഖമേനിയുടെ വളർച്ച സാവക് വളരെ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. 1962 1975 ഇടയിലുള്ള കാലഘട്ടത്തിൽ സാവക് അലി ഖമേനിയെ പലതവണ അറസ്റ്റ് ചെയ്തു. 6 തവണയാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ജയിലിലെ അദ്ദേഹത്തിന്റെ ജീവിതം നരകതുല്യമായിരുന്നു. തെഹ്റാനിലെ കുപ്രസിദ്ധമായ കൊമിറ്റേ മൊഷ്തറക് എന്ന രഹസ്യ തടവറയിൽ അദ്ദേഹം പാർപ്പിക്കപ്പെട്ടു. ഇരുണ്ട ഇടുങ്ങിയ സൂര്യപ്രകാശം കടക്കാത്ത ഏകാന്ത തടവറകളിൽ സോളിറ്ററി കൺഫൈൻമെന്റ് മാസങ്ങളോളം അദ്ദേഹത്തെ ഒറ്റക്കിട്ടു. ശരീരത്തെയും മനസ്സിനെയും തകർക്കുന്ന കൊടിയ മർദ്ദനങ്ങൾക്കും പാശ്ചാത്യ മോഡൽ പീഡനങ്ങൾക്കും അദ്ദേഹം നിരന്തരം ഇരയായി. കാലിനടിയിൽ ചാട്ടവാറുകൊണ്ടടിക്കുക, ദിവസങ്ങളോളം ഉറങ്ങാൻ അനുവദിക്കാതെയുള്ള ചോദ്യം ചെയ്യലുകൾ, നഖങ്ങൾ പിഴുതെടുക്കൽ, വൈദ്യുതാഘാതമേൽപ്പിക്കൽ എന്നിങ്ങനെ സാവക്കിന്റെ ഭീകരതയുടെ എല്ലാ ഭയാനകമായ മുഖങ്ങളും ആ യുവപണ്ഡിതൻ നേരിട്ടറിഞ്ഞു. എന്നാൽ അവിശ്വസനീയമെന്ന് പറയട്ടെ, ഈ ശാരീരിക പീഡനങ്ങളൊന്നും ആ മനുഷ്യന്റെ വിപ്ലവത്തോടുള്ള ഇച്ഛാശക്തിയെ തകർക്കാൻ പര്യാപ്തമായിരുന്നില്ല. പകരം ഓരോ മർദ്ദനവും അദ്ദേഹത്തെ കൂടുതൽ കഠിനഹൃദയനും ശത്രുക്കളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പോരാളിയുമാക്കി മാറ്റുകയാണ് ചെയ്തത്. തടവറയിൽ കിടക്കുമ്പോൾ അദ്ദേഹം അവിടെയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമായ മറ്റ് രാഷ്ട്രീയ തടവുകാരുമായി വരെ ആശയവിനിമയം നടത്തി തന്ത്രങ്ങൾ മെനഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ തവണയും അദ്ദേഹം കൂടുതൽ വീറോടെ പോരാട്ടം തുടർന്നു. പ്രവാസത്തിലായിരുന്ന ഖൊമൈനി
റെക്കോർഡ് ചെയ്ത് അയക്കുന്ന വിപ്ലവ പ്രസംഗങ്ങൾ അടങ്ങിയ കാസറ്റുകൾ ഖമേനിയും കൂട്ടരും രഹസ്യമായി രാജ്യത്തെത്തിക്കുകയും അത് പള്ളികളിലൂടെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ 1977 ഇറാനിലെ ഏറ്റവും വിദൂരവും ദരിദ്രവുമായ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഇറേൻ ഷഹർ എന്ന സ്ഥലത്തേക്ക് ഷാ അദ്ദേഹത്തെ നാടുകടത്തി. ഈ കടുത്ത യാതനകളുടെ കാലഘട്ടമാണ് പിന്നീട് ലോകത്തെ വിറപ്പിച്ച അലി ഖമേനി എന്ന ഉരുക്കുമനുഷ്യനെ വാർത്തെടുത്തത്. വർഷങ്ങൾ കടന്നുപോയി. 1970കളുടെ പകുതിയോടെ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ക്ഷമ പൂർണ്ണമായും നശിച്ചു തുടങ്ങിയിരുന്നു. രാജ്യത്തെ വൻകിട എണ്ണസമ്പത്ത് മുഴുവൻ ഷാ രാജകുടുംബവും അവരുടെ പാശ്ചാത്യ സുഹൃത്തുക്കളും ചേർന്ന് കൊള്ളയടിക്കുകയാണെന്നും ഗ്രാമങ്ങളിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്നും എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. 1978ന്റെ തുടക്കത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള എറ്റലാത്ത് എന്ന പത്രത്തിൽ ആയത്തുള്ള ഖൊമൈനിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് കടുത്ത പ്രകോപനത്തിന് കാരണമായി. ഇതിനെതിരെ ഖോം നഗരത്തിൽ മതവിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനു നേരെ പോലീസ് വെടിയുതിർക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്ലാമിക ആചാരപ്രകാരം മരിച്ചവരുടെ 40ാം ദിവസത്തെ അനുസ്മരണ ചടങ്ങുകളിൽ ആളുകൾ വീണ്ടും തടിച്ചുകൂടുകയും അവിടെ വെച്ച് വീണ്ടും പോലീസ് വെടിവെപ്പുണ്ടാകുകയും ചെയ്തു. ഇങ്ങനെ ഓരോ 40 ദിവസവും ഇറാനിലെ വിവിധ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ടബ്രിസിലും ഇസ്ഫഹാനിലും വമ്പൻ ജനകീയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1978 ഓഗസ്റ്റിൽ തെക്കൻ നഗരമായ അബദാനിലെ സിനിമ റെക്സ് എന്ന തിയേറ്ററിന് അജ്ഞാതർ തീയിട്ട സംഭവത്തിൽ 400-ലധികം നിരപരാധികൾ വെന്തുമരിച്ചു. സാവക്കാണിതിനു പിന്നിലെന്ന് ജനങ്ങൾ വിശ്വസിച്ചതോടെ പ്രതിഷേധം രാജ്യവ്യാപകമായി ആളിപ്പടർന്നു. 1978 സെപ്റ്റംബർ 8 ഇറാന്റെ ചരിത്രത്തിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്നറിയപ്പെടുന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസം. തെഹ്റാനിലെ ജാലെ സ്ക്വയറിൽ സമാധാനപരമായി തടിച്ചുകൂടിയ 10,000-കണക്കിന് പ്രതിഷേധക്കാർക്ക് നേരെ ഷായുടെ പട്ടാളം ഹെലികോപ്റ്ററുകളിൽ നിന്നും ടാങ്കുകളിൽ നിന്നും യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് തുരുതുര വെടിയുതിർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ചോരയിൽ കുളിച്ചു മരിച്ചു വീണത്. തെരുവുകളിൽ രക്തം തളം കെട്ടിനിന്നു. ഈ കൂട്ടക്കുരുതി ഷാ ഭരണകൂടത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു. ഈ സമയം നാടുകടത്തലിൽ നിന്ന് മോചിതനായി തെഹ്റാനിൽ തിരിച്ചെത്തിയ ഖമൈനി വിപ്ലവത്തിന്റെ മുൻനിര പോരാളിയായി മാറിക്കഴിഞ്ഞിരുന്നു. പാരീസിലിരുന്ന് വിപ്ലവത്തെ നിയന്ത്രിച്ചിരുന്ന ഖൊമൈനിയുടെ ഏറ്റവും വിശ്വസ്തനായ ദൂതനായി അദ്ദേഹം പ്രവർത്തിച്ചു. തൊഴിലാളികളുടെ പണിമുടക്കുകളും എണ്ണ ശുദ്ധീകരണശാലകളിലെ സമരങ്ങളും അദ്ദേഹം നേരിട്ട് ഏകോപിപ്പിച്ചു. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പിടിച്ചുനിൽക്കാനാവാതെയും സൈന്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കൊപ്പം ചേർന്നതിനാലും ഒടുവിൽ 1979 ജനുവരി 16 ഷാ മുഹമ്മദ് റസാ പഹ്ലവി തന്റെ കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ഇറാൻ വിട്ടോടി. 2500 വർഷം പഴക്കമുള്ള ഇറാനിലെ രാജവാഴ്ചയുടെ അന്ത്യമായിരുന്നു അത്. ഷാ റാഫ്റ്റ്, ഷാ പോയി എന്ന തലക്കെട്ടോടെ പത്രങ്ങൾ പുറത്തിറങ്ങി. 1979 ഫെബ്രുവരി 1 15 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സാക്ഷാൽ റൂഹുള്ള ഖുമൈനി ഇറാനിലേക്ക് മടങ്ങിയെത്തി. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തെഹ്റാൻ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്ന് അങ്ങനെ വിജയതീരമണഞ്ഞു. വിപ്ലവത്തിനു ശേഷം പുതിയതായി രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ യുവനേതാവായ ഖമേനിക്ക് സുപ്രധാന ചുമതലകൾ ലഭിച്ചു. രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളും നയങ്ങളും തീരുമാനിക്കുന്ന പരമോന്നത സമിതിയായ വിപ്ലവ കൗൺസിലിലെ അംഗമായി ഖുമൈനി അദ്ദേഹത്തെ നിയമിച്ചു. വിപ്ലവത്തിനു ശേഷം രാജ്യത്തിനകത്തെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഖുമൈനി ഉത്തരവിട്ടു. ഷായുടെ സൈനിക മേധാവികളെയും രാഷ്ട്രീയക്കാരെയും ആയിരക്കണക്കിന് തോതിൽ പിടികൂടി വിചാരണ കൂടാതെ വെടിവെച്ചും തൂക്കിയും കൊന്നു. സാദിഖ് ഖൽഖാലി എന്ന കുപ്രസിദ്ധനായ ന്യായാധിപനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഈ കൊടും ക്രൂരതകൾക്കെല്ലാം ഖമേനിയുടെയും മറ്റുന്നത നേതാക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. അമേരിക്കയുടെയോ മറ്റു വിദേശ രാജ്യങ്ങളുടെയോ സൈനിക അട്ടിമറി തടയുന്നതിനായി പതിവ് സൈന്യത്തിനു പുറമെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അതിശക്തമായ ഒരു സമാന്തര സൈന്യത്തിന് അവർ രൂപം നൽകി. IRGCയുടെ മേൽനോട്ടക്കാരനായും രാജ്യത്തിന്റെ പ്രതിരോധ ഉപമന്ത്രിയായും ഖമേനി സേവനമനുഷ്ഠിച്ചു.
1979 നവംബറിൽ തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥികൾ തെഹ്റാനിലെ അമേരിക്കൻ എംബസി ആക്രമിച്ച് 52 അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ 444 ദിവസത്തേക്ക് ബന്ദികളാക്കിയ ലോകത്തെ നടുക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് ഖമേനി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കയെ വലിയ പിശാച്, ദ ഗ്രേറ്റ് സെയ്റ്റൻ എന്ന് അവർ മുദ്രകുത്തി. രാജ്യത്തെ എല്ലാ പാശ്ചാത്യ സ്വാധീനങ്ങളും തുടച്ചുനീക്കാനും സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കാനും തികഞ്ഞ ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കാനും ഭരണകൂടം തീരുമാനിച്ചു. അധികാരത്തിന്റെ പടവുകൾ അലി ഖമേനി അതിവേഗം കയറുകയായിരുന്നു. ഒരു പുതിയ ഏകാധിപത്യ സാമ്രാജ്യത്തിന്റെ അടിത്തറ അവിടെ പണിയപ്പെടുകയായിരുന്നു. ഇസ്ലാമിക വിപ്ലവം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും 1980കളുടെ തുടക്കത്തിൽ ഇറാൻ അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു. ഷാ രാജാവിന്റെ പതനത്തിനു ശേഷം പുതിയതായി നിലവിൽ വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അബോൾ ഹസൻ ബാനി സദർ ആയിരുന്നു. മിതവാദിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ രാജ്യത്തിന്റെ യഥാർത്ഥ അധികാരം പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമൈനിയുടെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അലി ഖമേനി ഉൾപ്പെടെയുള്ള തീവ്ര യാഥാസ്ഥിതികരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും കൈകളിലായിരുന്നു. ബാനി സദറും മതപണ്ഡിതന്മാരും തമ്മിലുള്ള നിരന്തരമായ അധികാര വടംവലി ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ അത്യന്തം ദുർബലമാക്കിയിരുന്നു. പതിവ് സൈന്യമായ ആർടെഷ് ഷാ ഭരണകൂടത്തോട് കൂറുള്ളവരാണെന്ന് സംശയിക്കപ്പെട്ടതിനാൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ ഖുമൈനി വധിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്തിരുന്നു. ഇത് ഇറാന്റെ സൈനിക ശക്തിയെ വലിയ തോതിൽ ദുർബലപ്പെടുത്തി. അയൽരാജ്യമായ ഇറാഖ് ഭരിച്ചിരുന്ന സർവാധിപതി സദ്ദാം ഹുസൈൻ ഇറാന്റെ ഈ ദൗർബല്യം വളരെ കൃത്യമായി മനസ്സിലാക്കി. ഇറാനിലെ വിപ്ലവം ഇറാഖിലെ ഭൂരിപക്ഷമായ ഷിയ മുസ്ലിങ്ങളെയും സദ്ദാമിന്റെ മതേതര ബാത്ത് പാർട്ടി ഭരണകൂടത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുമെന്ന് സദ്ദാം ഭയന്നു. കൂടാതെ ഇറാന്റെ എണ്ണസമ്പന്നമായ ഖുസേസ്താൻ പ്രവിശ്യ പിടിച്ചെടുക്കാനും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറാനുമുള്ള സദ്ദാമിന്റെ വ്യാമോഹങ്ങളും ഇതിനക്കം കൂട്ടി. 1980 സെപ്റ്റംബർ 22 ഉച്ചതിരിഞ്ഞ സമയം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറാഖിന്റെ മിഗ് യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തി ഭേദിച്ച് കടന്നുവന്നു. തെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളം ഉൾപ്പെടെ ഇറാനിലുടനീളമുള്ള 10ഓളം വ്യോമതാവളങ്ങളിൽ അവർ കനത്ത ബോംബാക്രമണം നടത്തി. തൊട്ടുപിന്നാലെ 6 ഇറാഖി ആർമേഡ് ഡിവിഷനുകൾ അതിർത്തി കടന്ന് ഇറാനിലേക്ക് ഇരച്ചുകയറി. ആധുനിക മധ്യപൂർവേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും രക്തരൂക്ഷിതവുമായ 20ാം നൂറ്റാണ്ടിലെ വലിയ യുദ്ധങ്ങളിലൊന്നായ ഇറാഖ് ഇറാൻ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഷാ ഭരണകാലത്ത് അമേരിക്ക നൽകിയ അത്യാധുനിക ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടായിരുന്നെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ലഭിച്ച സൈനിക മേധാവികളോ സ്പെയർ പാർട്സുകളോ ഇല്ലാത്തതിനാൽ ഇറാൻ സൈന്യം ആദ്യഘട്ടത്തിൽ വലിയ തകർച്ചയെ നേരിട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അലി ഖമേനി വെറുമൊരു മതപണ്ഡിതനായി പള്ളികളിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉപമന്ത്രിയായും സുപ്രീം ഡിഫൻസ് കൗൺസിലിലെ ഖൊമൈനിയുടെ വ്യക്തിപരമായ പ്രതിനിധിയായും അദ്ദേഹം നിയമിതനായി. തന്റെ തലപ്പാവ് മാറ്റിവെച്ച് സൈനികരുടെ പച്ചനിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ് കയ്യിൽ തോക്കുമായി ഖമൈനി യുദ്ധമുഖത്തേക്ക് നേരിട്ടിറങ്ങി. ഇറാന്റെ തിക്കുപടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ഇറാഖ് സൈന്യം വളഞ്ഞ ഖൊറാം ഷഹർ, അബദാൻ എന്നീ യുദ്ധമുന്നണികളിൽ അദ്ദേഹം ദിവസങ്ങളോളം ചിലവഴിച്ചു. പ്രശസ്തനായ ഇസ്ലാമിക ഗറില്ല പോരാളി മുസ്തഫ ചമ്രാനോടൊപ്പം ചേർന്ന് അദ്ദേഹം ഇറാഖി ടാങ്കുകൾക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ ആസൂത്രണം ചെയ്തു. ഈ യുദ്ധത്തിൽ ഇറാനെ പിടിച്ചു നിർത്തിയത് പതിവ് സൈന്യമായിരുന്നില്ല, മറിച്ച് ബസിജ് എന്നറിയപ്പെടുന്ന സന്നദ്ധ സേനയായിരുന്നു. ഖൊമൈനിയുടെയും ഖമൈനിയുടെയും ആഹ്വാനപ്രകാരം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യുവാക്കളും കുട്ടികളും കാർഷിക തൊഴിലാളികളും യുദ്ധമുഖത്തേക്ക് ഇരച്ചെത്തി. കഴുത്തിൽ സ്വർഗത്തിലേക്കുള്ള താക്കോലെന്ന് വിശ്വസിപ്പിക്കപ്പെട്ട പ്ലാസ്റ്റിക് താക്കോലുകൾ അണിഞ്ഞ് ശത്രുക്കളുടെ മൈൻ ഫീൽഡുകളിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് അവർ ഓടിക്കയറി. ഈ ഹ്യൂമൻ വേവ് അറ്റാക്കുകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. മതപരമായ ആവേശമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. വെള്ളിയാഴ്ചകളിലെ ജുമുഅ പ്രാർത്ഥനകളിൽ ഖമൈനി നടത്തുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ ഈ സന്നദ്ധ ഭടന്മാർക്ക് മരണത്തെപ്പോലും ഭയമില്ലാത്ത ആവേശമാണ് നൽകിയത്. എന്നാൽ അതിർത്തിയിൽ ഇറാഖിനെതിരെ പോരാടുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയൊരു യുദ്ധം രാജ്യത്തിനകത്ത് ഖമൈനിക്കും കൂട്ടർക്കും നേരിടേണ്ടി വന്നു. ഇസ്ലാമിക വിപ്ലവത്തിൽ യാഥാസ്ഥിതിക പണ്ഡിതന്മാർക്കൊപ്പം തോളോടുതോൾ ചേർന്ന് പോരാടിയ മുജാഹിദീൻ ഇ ഖൽഖ് എന്ന ഇടപക്ഷ ഇസ്ലാമിക സംഘടനയുമായുള്ള വലിയൊരു പോരാട്ടമായിരുന്നു അത്. മസൂദ് രാജവി എന്ന നേതാവിന്റെ കീഴിലായിരുന്ന MEK രാജ്യത്തിന്റെ അധികാരം മുഴുവൻ മതപണ്ഡിതന്മാർ പിടിച്ചെടുക്കുന്നതിനെ ശക്തമായി എതിർത്തു. അവർ പ്രസിഡന്റ് ബാനി സദറിന് പിന്തുണ പ്രഖ്യാപിച്ചു.
മതപണ്ഡിതന്മാർ ഒരു ഏകാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. ഇത് ഇറാനെ ഒരാഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. തെഹ്റാനിലെയും മറ്റു നഗരങ്ങളിലെയും തെരുവുകളിൽ IRGC അംഗങ്ങളും MEK പോരാളികളും തമ്മിൽ ദിവസവും വെടിവെപ്പുകളും ബോംബേറുകളും നടന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ ക്ഷാമം നേരിട്ടു. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് ബാനി സദർ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം രാജ്യദ്രോഹിയാണെന്നും ആരോപിച്ച് ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി IRP പാർലമെന്റിൽ വലിയൊരു കലാപം സൃഷ്ടിച്ചു. 1981 ജൂൺ 21-ന് ഇറാൻ പാർലമെന്റ് മജ്ലിസ് ബാനി സദറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്തു. തൊട്ടുപിന്നാലെ ഖമേനി അദ്ദേഹത്തെ പുറത്താക്കി. അറസ്റ്റ് ഭയന്ന ബാനി സദറും MEK നേതാവ് മസൂദ് രാജവിയും വേഷപ്രച്ഛന്നരായി ഫ്രാൻസിലേക്ക് നാടുകടന്നു. ഇതോടെ MEK ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി സായുധ കലാപം പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഉന്നത നേതാക്കളെ മുഴുവൻ വധിക്കാൻ അവർ തീരുമാനിച്ചു. ആയിരക്കണക്കിന് MEK പ്രവർത്തകരെ ഭരണകൂടം തെരുവിലിട്ട് വെടിവെച്ചു കൊന്നു. എവിൻ ജയിലിൽ ദിവസവും നൂറുകണക്കിന് ആളുകളെ വിചാരണ പോലുമില്ലാതെ തൂക്കിലേറ്റി. ഇറാന്റെ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു കശാപ്പുശാലയായി മാറി. ഈ ചോരക്കളങ്ങൾക്കിടയിലാണ് ആധുനിക ഇറാന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഖമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ആ സംഭവം നടക്കാൻ പോകുന്നത്. തന്നെ തേടിവരുന്ന മരണത്തെക്കുറിച്ച് അദ്ദേഹം തീർത്തും അജ്ഞനായിരുന്നു. 1981 ജൂൺ 27 ഒരു ശനിയാഴ്ച. ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം തികച്ചും കലുഷിതമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്ന അലി ഖമേനി സ്വാഭാവികമായും പലരുടെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അന്നുച്ചയ്ക്ക് തെഹ്റാനിലെ അബൂസർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു. ആഴ്ചതോറും നടക്കുന്ന ഒരു പതിവ് ചോദ്യോത്തര വേളയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന മേശപ്പുറത്ത് മൈക്രോഫോണുകൾക്കും മറ്റ് സാധനങ്ങൾക്കുമൊപ്പം മാധ്യമപ്രവർത്തകരുടേതെന്ന വ്യാജേന ഒരു ടേപ്പ് റെക്കോർഡർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു സാധാരണ ടേപ്പ് റെക്കോർഡർ ആയിരുന്നില്ല. അതിനുള്ളിൽ അപകടകരമായ ചില സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇസ്ലാമിക വിരുദ്ധ സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പിന്നീട് വിശ്വസിക്കപ്പെട്ടത്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ ശാന്തനായി മറുപടി നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന ആ ഉപകരണം പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. പള്ളിയിലുണ്ടായിരുന്നവരെല്ലാം എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഞെട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അലി ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബോധരഹിതനായ അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ഒരു പ്രാദേശിക ക്ലിനിക്കിലേക്കും പിന്നീട് ഹെലികോപ്റ്റർ മാർഗം തെഹ്റാനിലെ ആശുപത്രിയിലേക്കും മാറ്റി. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം മണിക്കൂറുകളോളം നീണ്ട ശസ്ത്രക്രിയയാണ് അദ്ദേഹത്തിന് നൽകിയത്. മാസങ്ങൾ നീണ്ട തീവ്ര പരിചരണത്തിനൊടുങ്ങൻ ആ വലിയ അപകടത്തിൽ നിന്ന് അദ്ദേഹം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. എന്നാൽ ആ സംഭവം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മായാത്ത ഒരു പാടവശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വലത് കൈയുടെ സ്വാധീനവും ചലനശേഷിയും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അന്നുമുതൽ പൊതുവേദികളിൽ വലത് കൈ ശരീരത്തോട് ചേർത്തുവെച്ച് ഇടത് കൈ കൊണ്ടാണ് അദ്ദേഹം എഴുതാനും മറ്റും ശീലിച്ചത്. ഈ സംഭവം അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിച്ചെങ്കിലും ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പിനാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. ഈ സ്ഫോടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അതായത് 1981 ജൂൺ 28-ന് ഖമേനിയുമായി വളരെ അടുപ്പമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി IRP നേതാവും സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസുമായിരുന്ന ആയത്തുള്ള മുഹമ്മദ് ബെഹെഷ്തി ഉൾപ്പെടെ 73 മുതിർന്ന ഭരണകൂട നേതാക്കൾ മറ്റൊരു വലിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. തെഹ്റാനിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിനിടെ 2 ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് രാജ്യത്തെ നടുക്കിയ ഈ കൂട്ടക്കൊലപാതകം ഹഫ്റ്റെ ടീർ ബോംബിംഗ് നടന്നത്. ഇതിനു പിന്നിലും MEK ആണെന്ന് ഭരണകൂടം ആരോപിച്ചു. തുടർന്ന് 2 മാസത്തിനു ശേഷം 1981 ഓഗസ്റ്റ് 30-ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് അലി രാജായിയും പ്രധാനമന്ത്രി മുഹമ്മദ് ജവാദ് ബഹോനറും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന മറ്റൊരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഈ 3 മാസങ്ങൾക്കുള്ളിൽ ഇറാന്റെ പരമോന്നത നേതൃനിരയുടെ വലിയൊരു ഭാഗം തുടച്ചു നീക്കപ്പെട്ടു. രാജ്യം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ശവപ്പറമ്പായി മാറി. എന്നാൽ ഈ പ്രതിസന്ധികളെ ഇസ്ലാമിക യാഥാസ്ഥിതികർ
തങ്ങളുടെ അധികാരമുറപ്പിക്കാനുള്ള അവസരമായാണ് ഉപയോഗിച്ചത്. ഖമേനിയുടെ വധശ്രമം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വളരെ പെട്ടെന്ന് ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പരിവേഷം നൽകി. ദൈവം നേരിട്ട് സംരക്ഷിച്ച വിപ്ലവത്തിന്റെ പ്രതീകമായി പള്ളികളിലൂടെയും സർക്കാർ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. തന്റെ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഇറാഖിനെതിരെയുള്ള യുദ്ധം തുടരാനും രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ വേരോടെ പിഴുതെറിയാനും അദ്ദേഹം സൈന്യത്തിനും ജനങ്ങൾക്കും ആഹ്വാനം നൽകി. വധശ്രമം നടന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ 1981 ഒക്ടോബർ 2 നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ യാതൊരു എതിർപ്പുമില്ലാതെ ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി 95% വോട്ടുകൾ നേടി അദ്ദേഹം ഇറാന്റെ 3ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ സ്ഫോടനം അദ്ദേഹത്തെ കൂടുതൽ കഠിനഹൃദയനും ശത്രുക്കളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു ഭരണാധികാരിയുമാക്കി മാറ്റി. അധികാരത്തിന്റെ പടവുകളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്നുറപ്പാക്കാൻ IRGC എന്ന സൈനിക വിഭാഗത്തെയും രഹസ്യാന്വേഷണ ഏജൻസിയായ വെവാക്കിനെയും അദ്ദേഹം കൂടുതൽ ശക്തിപ്പെടുത്തി. പ്രസിഡന്റ് എന്ന നിലയിൽ 8 വർഷക്കാലം 1981-1989 ഇറാഖുമായുള്ള വിനാശകരമായ യുദ്ധത്തിൽ അദ്ദേഹം രാജ്യത്തെ നയിച്ചു. ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യുവാക്കളും കുട്ടികളുമാണ് ഇറാനുവേണ്ടി യുദ്ധമുന്നണിയിൽ രക്തസാക്ഷിത്വം വരിച്ചത്. ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ നിരന്തരമായി ഇറാനിയൻ നഗരങ്ങളിലും സൈനികർക്ക് നേരെയും മാരകമായ രാസായുധങ്ങൾ പ്രയോഗിച്ചു. ആയിരക്കണക്കിന് ഇറാനിയൻ പട്ടാളക്കാർ ശ്വാസം മുട്ടിയും തൊലി വെന്തുരുകിയും നരകിച്ചു മരിച്ചു. UN-ഉം അമേരിക്കയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ഈ രാസായുധ പ്രയോഗങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. കാരണം അവർ രഹസ്യമായി സദ്ദാമിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ഈ അന്താരാഷ്ട്ര കാപട്യം പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ഖമേനിയുടെ വിദ്വേഷം കൂടുതൽ അരക്കിട്ടുറപ്പിച്ചു. അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കരുത്, അവർ ലോകത്തെ ഏറ്റവും വലിയ പിശാചാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലായി. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇറാഖി വ്യോമാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞു. എന്നിട്ടും യുദ്ധം നിർത്താൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഒടുവിൽ 8 വർഷത്തെ രക്തച്ചൊരിച്ചിലിനും വലിയ സാമ്പത്തിക തകർച്ചയ്ക്കും ശേഷം ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിലുള്ള 598 നമ്പർ പ്രമേയം UN റെസല്യൂഷൻ 598 അംഗീകരിച്ചുകൊണ്ട് 1988 ജൂലൈയിൽ യുദ്ധം അവസാനിച്ചു. പരമോന്നത നേതാവ് ഖൊമൈനി പറഞ്ഞത് പ്രകാരം ആ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുക എന്നത് വിഷം കുടിക്കുന്നതിന് തുല്യമായിരുന്നു. ഈ യുദ്ധം ഇറാനിയൻ ജനതയുടെ മനസ്സിൽ ഉണങ്ങാത്ത വലിയൊരു മുറിവ് സൃഷ്ടിച്ചെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനും പ്രത്യേകിച്ചും അലി ഖമേനിക്കും ഇത് വലിയൊരു സൈനിക പാഠവും രാജ്യത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ലൈസൻസുമായി മാറി. ഈ ഇരുണ്ട 8 വർഷങ്ങൾ അദ്ദേഹത്തെ ഭയമറിയാത്ത ഇറാന്റെ വരുംകാല പരമോന്നത ഏകാധിപതിയായി രൂപപ്പെടുത്തിക്കഴിഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ആ ദിനങ്ങളിൽ പുതിയൊരു ചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. ഇറാഖുമായുള്ള യുദ്ധം അവസാനിച്ചെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ശാന്തമായിരുന്നില്ല. 1989 രാജ്യം വളരെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. 10 വർഷമായി ഇറാന്റെ അനിഷേധ്യനായ സർവാധിപതിയായിരുന്ന വിപ്ലവത്തിന്റെ പിതാവ് ആയത്തുള്ള റൂഹുള്ള ഖുമൈനി ഗുരുതരമായ കുടലർബുദം ബാധിച്ച് മരണക്കിടക്കയിലായി. 1989 ജൂൺ 3 86ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി രാജ്യം പരമോന്നത നേതാവില്ലാതെ അനാഥമായി. ഖുമൈനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെഹ്റാനിലെ തെരുവുകളിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് തടിച്ചുകൂടിയത്. ജനത്തിരക്ക് കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചിരുന്ന ഹെലികോപ്റ്റർ വരെ ആടിയുലഞ്ഞു. ശവക്കച്ചയുടെ കഷണങ്ങൾ പുണ്യമായി കരുതി ജനങ്ങൾ പിച്ചി ചീന്തിയെടുത്തു. ഇറാൻ ജനതയ്ക്ക് അദ്ദേഹം വെറുമൊരു നേതാവായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിനിധിയായിരുന്നു. ഈ വലിയ ശൂന്യത ആര് നികത്തും എന്ന ചോദ്യം രാജ്യത്തെ വലിയുള്ള അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടു. ഇറാന്റെ ഇസ്ലാമിക ഭരണഘടന പ്രകാരം ഏറ്റവും ഉയർന്ന പദവിയുള്ള അഗാധ പാണ്ഡിത്യമുള്ള ഒരു മതപണ്ഡിതൻ അഥവാ ഗ്രാൻഡ് അയത്തുള്ള ആകണം ഈ പരമോന്നത സ്ഥാനത്തെത്തേണ്ടത്. അതുമാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയും ആ വ്യക്തിക്കുണ്ടായിരിക്കണം.
എന്നാൽ ആ സമയത്ത് അലി ഖമേനി അത്ര ഉയർന്ന പദവിയിലുള്ള ഒരു പണ്ഡിതനായിരുന്നില്ല. അദ്ദേഹം ഒരു ഹുജ്ജത്തൽ ഇസ്ലാം അഥവാ മധ്യനിരയിലുള്ള മതപണ്ഡിതൻ മാത്രമായിരുന്നു. മാത്രമല്ല, പുതിയ പരമോന്നത നേതാവാകാൻ യോഗ്യതയുള്ളവരായി വേറെയും മുതിർന്ന ഗ്രാൻഡ് അയത്തുള്ളമാർ അന്ന് ഇറാനിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആയത്തുള്ള ഹുസൈൻ അലി മൊണ്ടാസേരി. എന്നാൽ വളരെ ലിബറലായ മൊണ്ടാസേരിയുമായി ഖുമേനി തന്റെ അവസാന നാളുകളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലാവുകയും അദ്ദേഹത്തെ പിൻഗാമി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്നു. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം എങ്ങനെ മറികടക്കും എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെയാണ് ആധുനിക ഇറാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചാണക്യസൂത്രം നടന്നത്. ഖമേനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർലമെന്റ് സ്പീക്കറും ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഏറ്റവും തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവുമായിരുന്ന അക്ബർ ഹാഷമി റഫ്സൻജാനി ഒരു വലിയ നീക്കം നടത്തി. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള 80-ലധികം മുതിർന്ന മതപണ്ഡിതന്മാരടങ്ങുന്ന എക്സ്പേർട്സ് അസംബ്ലിയുടെ അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തു. അവിടെ വെച്ച് റഫ്സൻജാനി ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി. തന്റെ മരണത്തിന് തൊട്ടുമുൻപ് ഖൊമേനി തന്നോടും മറ്റു ചില ഉന്നത നേതാക്കളോടും അലി ഖമേനിക്ക് രാജ്യത്തെ നയിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് രഹസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അസംബ്ലിയിൽ വെളിപ്പെടുത്തി. ഇതിന് കൃത്യമായ തെളിവുകളോ രേഖകളോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഖൊമേനിയുടെ വാക്കുകളെ ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ഇതുകൂടാതെ ഒരു മർജ ഗ്രാൻഡ് അയത്തുള്ള അല്ലാത്ത ഒരാൾക്കും പരമോന്നത നേതാവാകാം എന്ന രീതിയിൽ ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്താൻ അസംബ്ലി സമ്മതിച്ചു. അങ്ങനെ റഫ്സൻജാനിയുടെയും മറ്റു സൈനിക മേധാവികളുടെയും ശക്തമായ പിന്തുണയോടെ എക്സ്പേർട്സ് അസംബ്ലി അലി ഖമേനിയെ ഇറാന്റെ രണ്ടാമത്തെ പരമോന്നത നേതാവായി, സുപ്രീം ലീഡറായി വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഒറ്റ രാത്രി കൊണ്ട് ആയത്തുള്ള എന്ന ഉന്നത പദവി ഔദ്യോഗികമായി നൽകുകയും ചെയ്തു. പല മുതിർന്ന മതപണ്ഡിതന്മാരും, പ്രത്യേകിച്ച് ഖോമിലെ പുണ്യനഗരത്തിലുള്ളവരും ഈ നീക്കത്തെ മതപരമായി എതിർക്കുകയും ഖമേനിയുടെ പാണ്ഡിത്യത്തെ പരിഹസിക്കുകയും ചെയ്തെങ്കിലും അവരെയെല്ലാം അധികാരത്തിന്റെ പുതിയ ഉരുക്കുമുഷ്ടികൊണ്ടും IRGCയുടെ ഭീഷണികൾ കൊണ്ടും അദ്ദേഹം നിശബ്ദരാക്കി. പരമോന്നത നേതാവായി അധികാരമേറ്റതോടെ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും അദ്ദേഹത്തിന്റെ കാൽക്കീഴിലായി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ അവസാന വാക്കായി അദ്ദേഹം മാറി. ഭരണഘടന പ്രകാരം സായുധ സേനയുടെ സുപ്രീം കമാൻഡർ, വിദേശകാര്യ നയങ്ങളുടെ നിയന്ത്രകൻ, മാധ്യമങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ, ഗാർഡിയൻ കൗൺസിൽ എന്നിവയെല്ലാം നിയമിക്കാനും നിയന്ത്രിക്കാനുമുള്ള സമ്പൂർണ്ണ അധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായി. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിനും പാർലമെന്റിനും മുകളിലുള്ള ഒരു വിശുദ്ധ ഏകാധിപതിയായി അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചു. തുടക്കത്തിൽ റഫ്സൻജാനി പോലുള്ള നേതാക്കൾ വിചാരിച്ചത് തങ്ങൾക്ക് ഖമേനിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വെറുമൊരു പാവയായിരിക്കുമെന്നുമാണ്. എന്നാൽ അവർക്ക് വലിയ തെറ്റുപറ്റിയിരുന്നു. അധികാരത്തിലേറിയ ആദ്യ നാളുകളിൽ തന്നെ ഖമേനി തന്റെ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ തുടങ്ങി. തന്നെ നിയമിക്കാൻ സഹായിച്ച റഫ്സൻജാനിയുടെ സ്വാധീനം അദ്ദേഹം പതുക്കെ കുറച്ചുകൊണ്ടുവന്നു. സൈന്യത്തിനുള്ളിലും സർക്കാരിന്റെ വിവിധ തട്ടുകളിലും തന്നോട് മാത്രം കൂറുള്ള വ്യക്തികളെ അദ്ദേഹം തിരഞ്ഞുപിടിച്ച് നിയമിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം 2009 നടന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ 2009 ഇറാനിയൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ യാഥാസ്ഥിതികനായ മഹ്മൂദ് അഹമ്മദിനജാദ് വൻ ക്രമക്കേടുകളിലൂടെ വിജയിച്ചു എന്നാരോപിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട ഈ പ്രക്ഷോഭം വിപ്ലവത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു. എന്റെ വോട്ടെവിടെ എന്ന പ്ലക്കാർഡുകളുമേന്തി സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ ഭരണകൂടം തോക്കെടുത്തു. നേത ആഗാ സുൽത്താൻ എന്ന യുവതി തെരുവിലിട്ട് നെഞ്ചിൽ വെടിയേറ്റു മരിക്കുന്ന വീഡിയോ ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കി. ഈ പ്രക്ഷോഭത്തെയും ഖമേനി നിർദ്ദയം അടിച്ചമർത്തി. വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കായിരുന്നു. പരിഷ്കരണവാദികളായ എതിർ സ്ഥാനാർത്ഥികളായിരുന്ന മിർ ഹുസൈൻ മൗസവിയെയും മെഹദി കറൂബിയെയും അദ്ദേഹം വീട്ടുതടങ്കലിലാക്കി. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണ് ഈ സമരങ്ങൾക്ക് പിന്നിലെന്നും അവർ പണം കൊടുത്ത് ജനങ്ങളെ ഇറക്കിവിടുകയാണെന്നുമായിരുന്നു അദ്ദേഹം സർക്കാർ മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. പിന്നീട് 2017-ലും 2019-ലും രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 2019-2020 ഇറാനിയൻ പ്രൊട്ടസ്റ്റ്സ്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം ജനങ്ങൾ പട്ടിണിയിലായതും പെട്ടെന്ന് ഇന്ധനവില 200% വർദ്ധിപ്പിച്ചതുമായിരുന്നു കാരണം. ഖുസസ്താൻ പ്രവിശ്യയിലെ ദരിദ്രരായ ജനങ്ങളായിരുന്നു കൂടുതലായും തെരുവിലിറങ്ങിയത്.
ഈ സമയത്ത് ലോകമറിയാതിരിക്കാൻ രാജ്യത്തെ ഇന്റർനെറ്റ് ബന്ധം മുഴുവനായും ദിവസങ്ങളോളം അദ്ദേഹം വിച്ഛേദിച്ചു. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്. ഇരുട്ടിൽ വെച്ച് IRGCയുടെയും പോലീസിന്റെയും വെടിയേറ്റ് ഏകദേശം 1500-ലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് എന്ന് റോയിറ്റേഴ്സ് പോലെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ഖമേനി നേരിട്ടാണ് ഓർഡർ നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ സുനാമി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2022 സെപ്റ്റംബർ. ഇറാന്റെ സദാചാര പോലീസ്, ഗൈഡൻസ് പെട്രോൾ അഥവാ മൊറാലിറ്റി പോലീസ്, ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് 22 വയസ്സുകാരിയായ മഹ്സ അമിനി എന്ന കുർദിഷ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഈ സംഭവം ഇറാനിയൻ സമൂഹത്തെ, പ്രത്യേകിച്ച് യുവതികളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. സ്ത്രീ, ജീവൻ, സ്വാതന്ത്ര്യം, സൺ, ജിന്ദഗി, ആസാദി, വുമൺ, ലൈഫ്, ഫ്രീഡം എന്ന മുദ്രാവാക്യമുയർത്തി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് സ്ത്രീകളും യുവാക്കളും ജീവൻ പണയം വെച്ച് തെരുവിലിറങ്ങി. സ്ത്രീകൾ പരസ്യമായി തങ്ങളുടെ ഹിജാബുകൾ കത്തിക്കുകയും മുടി മുറിക്കുകയും ചെയ്തു. ഖമേനിയുടെ ചിത്രങ്ങൾ അവർ വലിച്ചു കീറി തീയിട്ടു. ഏകാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യം രാജ്യമൊട്ടാകെ അലയടിച്ചു. തന്റെ 33 വർഷത്തെ ഭരണത്തിൽ ഖമേനി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇത്. ഭരണകൂടം തകരുമെന്ന് ലോകം കരുതിയെങ്കിലും അദ്ദേഹം തന്റെ പഴയ അതേ ക്രൂരമായ തന്ത്രം തന്നെ വീണ്ടും പ്രയോഗിച്ചു. യുദ്ധ ടാങ്കുകളും സൈനിക ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് തെരുവുകളിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ടാക്കി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 500-ലധികം പേർ വെടിയേറ്റു മരിച്ചു. 20,000-ലധികം യുവാക്കളെ ജയിലിലടച്ചു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നിരവധി യുവാക്കളെ യാതൊരു വിചാരണയുമില്ലാതെ പരസ്യമായി ക്രെയിനുകളിൽ കെട്ടിത്തൂക്കി അദ്ദേഹം വധിച്ചു. ഈ വധശിക്ഷകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ജനങ്ങളിൽ ഭയമുണ്ടാക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ അടിസ്ഥാന മൂല്യമായ ഹിജാബിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്നെ പതനത്തിനു കാരണമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ സ്വന്തം ജനതയുടെ ചോരപ്പുഴയൊഴുക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല. ഭരണകൂടത്തിന് ഭീഷണിയാകുന്ന ആരെയും അവർ രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഇല്ലായ്മ ചെയ്യാൻ രഹസ്യാന്വേഷണ ഏജൻസികളെ അദ്ദേഹം ഉപയോഗിച്ചു. ഇറാനിലെ ന്യൂനപക്ഷങ്ങളായ സുന്നി മുസ്ലിങ്ങളെയും കുർദുകളെയും ബഹായി വിശ്വാസികളെയും അദ്ദേഹം കടുത്ത വിവേചനങ്ങൾക്ക് വിധേയരാക്കി. തന്റെ അധികാരം നിലനിർത്താൻ ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്ന തന്ത്രം അദ്ദേഹം വളരെ വിജയകരമായി നടപ്പിലാക്കി. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു രാജാവായി, താൻ വരയ്ക്കുന്ന വരയിലൂടെ മാത്രം ജനങ്ങളെ നടക്കാൻ നിർബന്ധിക്കുന്ന ഒരേകാധിപതിയായി ആ മനുഷ്യൻ രാജ്യത്തെ വിഴുങ്ങിയിരുന്നു. തന്റെ അധികാരം ഇറാനിലെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്താൻ പരമോന്നത നേതാവായ അലി ഖമേനി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഒരാഗോള ഇസ്ലാമിക വിപ്ലവമെന്ന സാക്ഷാൽ റൂഹുള്ള ഖൊമേനിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായിരുന്നു. എന്നാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ടൊരു പരമ്പരാഗത യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണെന്നും അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്നെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും 8 വർഷം നീണ്ട ഇറാഖ് യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ തന്റെ ശത്രുക്കളെ നേരിടാൻ ചരിത്രം കണ്ട ഏറ്റവും വലിയതും സങ്കീർണവുമായ ഒരു പ്രോക്സി യുദ്ധതന്ത്രം അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന പേരിലുള്ള ഒരു വലിയ സമാന്തര സൈനിക സഖ്യമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഇതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന പേരിലുള്ള ഒരു വലിയ സമാന്തര സൈനിക സഖ്യമാണ്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ദുർബലമായ സർക്കാരുകളെയും അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെയും മുതലെടുത്ത് അവിടെയെല്ലാം ഇറാനോട് കൂറുള്ള സായുധ വിമത ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു ആ വലിയ തന്ത്രം. ഇസ്രയേലിനെ ചുറ്റിപ്പറ്റി ഒരു അഗ്നിവലയം സൃഷ്ടിക്കാനും അമേരിക്കൻ സൈന്യത്തെ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായും തുരത്താനും ലക്ഷ്യമിട്ടുള്ള ഈ ബൃഹത്തായ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രമായി ഖമേനി നിയമിച്ചത് IRGCയുടെ രഹസ്യ വിദേശ ഓപ്പറേഷൻസ് വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്ന ജനറൽ കാസിം സുലൈമാനിയായിരുന്നു. ഖമേനിയുടെ ഒരു ദത്തുപുത്രനെ പോലെയായിരുന്നു സുലൈമാനി. സുലൈമാനിയോട് ആലോചിക്കാതെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ ഖമേനി ഒരു തീരുമാനവും എടുത്തിരുന്നില്ല. ഈ അച്ചുതണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി ഖമേനി വളർത്തിയെടുത്തത് ലെബനനിലെ ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ളയായിരുന്നു.
1980കളിൽ ഇസ്രയേൽ ലെബനൻ ആക്രമിച്ച സമയത്ത് IRGC രൂപം നൽകിയ ഈ സംഘടനയെ ഹസൻ നസ്രള്ളയുടെ നേതൃത്വത്തിൽ ഖമേനി ലോകത്തെ ഏറ്റവും വലിയ സായുധ നോൺ സ്റ്റേറ്റ് ആക്ടറാക്കി മാറ്റി. കോടിക്കണക്കിന് ഡോളറുകളും കൃത്യതയാർന്ന ലക്ഷ്യത്തിൽ പതിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അദ്ദേഹം രഹസ്യമായി സിറിയ വഴി ലെബനനിലേക്ക് കടത്തി. തെഹ്റാനിലിരുന്ന് ഖമേനി വിരലൊന്ന് ഞൊടിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവ് നഗരത്തിൽ ആയിരക്കണക്കിന് മിസൈലുകൾ വർഷിക്കാൻ തക്കവണ്ണം ഹിസ്ബുള്ളയെ അദ്ദേഹം സജ്ജമാക്കി. തെക്കൻ ലെബനനിൽ ഇസ്രയേലിനെതിരെ ഒളിപ്പോര് നടത്താനും 2006 ലെബനൻ യുദ്ധത്തിൽ ഇസ്രയേലി സൈന്യത്തെ പ്രതിരോധിക്കാനും ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചത് ഖമേനിയുടെ ഈ നിരന്തരമായ സാമ്പത്തിക സൈനിക പിന്തുണ കൊണ്ടൊന്നു മാത്രമായിരുന്നു. ലെബനൻ സർക്കാരിനേക്കാൾ ശക്തമായ ഒരു സമാന്തര ഭരണകൂടമായി ഹിസ്ബുള്ള മാറി. ലെബനനിൽ മാത്രമല്ല, പലസ്തീനിലെ സുന്നി മുസ്ലിം സംഘടനകളായ ഹമാസിനും പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനും ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ഷിയ രാജ്യമായ ഇറാനായിരുന്നു. സുന്നി ഷിയ ഭിന്നതകൾ മാറ്റിവെച്ച് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി ഖമേനി അവർക്ക് പണവും ആയുധങ്ങളും നൽകി. ഗാസയ്ക്ക് താഴെയുള്ള 100 കണക്കിന് കിലോമീറ്റർ വരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യയും റോക്കറ്റ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും ഇറാന്റെ ഖുദ്സ് ഫോഴ്സാണ് ഹമാസിന് കൈമാറിയത്. സയണിസ്റ്റ് ഭരണകൂടം ഒരർബുദമാണ്, അതിനെ വേരോടെ പിഴുതെറിയണം എന്ന് തനിക്ക് ലഭിക്കുന്ന ഓരോ വേദിയിലും ഖമേനി ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. അറബ് വസന്തം എന്ന പേരിൽ 2011 പശ്ചിമേഷ്യയിലുടനീളം ജനകീയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സിറിയൻ ഏകാധിപതി ബാഷർ അൽ അസദിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ലെബനനിലേക്ക് ആയുധങ്ങളെത്തിക്കാനുള്ള ഇറാന്റെ ഏക കരമാർഗമായ സിറിയയുടെ ഭരണകൂടം വീഴുന്നത് ഖമേനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അദ്ദേഹം നേരിട്ടിടപെട്ടു. ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് IRGC സൈനികരെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ദരിദ്രരായ ഷിയ അഭയാർത്ഥികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഫത്തേമിയൂൻ കമാൻഡോകളെയും അദ്ദേഹം സിറിയയിലേക്ക് അയച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനെ നേരിട്ട് കണ്ട് സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതും ഇറാനായിരുന്നു. ലക്ഷക്കണക്കിന് സിറിയൻ ജനങ്ങൾ മരിച്ചു വീണിട്ടും കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ചിട്ടും ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിലനിർത്താൻ ഖമേനി ഏതറ്റം വരെയും പോയി. സിറിയയെ അദ്ദേഹം ഇസ്രായേലിനെതിരെയുള്ള മറ്റൊരു മുൻനിര താവളമാക്കി മാറ്റി. ഇതിനു പുറമെ യമനിൽ സൗദി അറേബ്യയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഹൂതി വിമതർക്കും ഇറാൻ വലിയ പിന്തുണ നൽകി. ആധുനിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കാനും ചെങ്കടലിലൂടെയുള്ള ലോകത്തിന്റെ കപ്പൽ ഗതാഗതം സ്തംഭിപ്പിക്കാനും ഹൂതികൾക്ക് കഴിഞ്ഞതിനു പിന്നിലെ ഒരേ ഒരു ശക്തി അലി ഖമേനിയുടെ സാമ്രാജ്യമായിരുന്നു. ഇറാഖിലാകട്ടെ, സദ്ദാം ഹുസൈന്റെ പതനത്തിനു ശേഷം ഐസിസ് തീവ്രവാദികളെ തുരത്താനെന്ന പേരിൽ രൂപീകരിച്ച പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് എന്ന ഷിയ സായുധ ഗ്രൂപ്പുകളെ അദ്ദേഹം പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇറാഖിൽ നിന്ന് അമേരിക്കയെ പിൻവലിയാൻ നിർബന്ധിതരാക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. അങ്ങനെ യമൻ മുതൽ ഇറാഖ് വരെയും സിറിയ മുതൽ ലെബനൻ വരെയും നീണ്ടുകിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അദൃശ്യനായ അധിപനായി ഖമേനി മാറി. മധ്യപൂർവേഷ്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ചെസ് ബോർഡിൽ പാവകളെപ്പോലെ കരുക്കൾ നീക്കുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററായി അദ്ദേഹം സ്വയം അവരോധിച്ചു. തങ്ങളുടെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും കോടിക്കണക്കിന് ഡോളറുകൾ വിദേശത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന ഖമേനിയുടെ നയങ്ങൾക്കെതിരെ ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും അദ്ദേഹം വകവച്ചില്ല. എന്നാൽ 2020 ജനുവരി 3 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിലൂടെ ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഖാസിം സുലൈമാനിയെ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതോടെ ഖമേനിയുടെ കണക്കുകൂട്ടലുകൾ വലിയ രീതിയിൽ തെറ്റിത്തുടങ്ങി. പശ്ചിമേഷ്യയിലെ മുഴുവൻ പ്രോക്സി ഗ്രൂപ്പുകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുപോകാൻ സുലൈമാനിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ ഇറാനിൽ ഉണ്ടായിരുന്നില്ല. സുലൈമാനിയുടെ കൊലപാതകത്തിന് കഠിനമായ പ്രതികാരം ചെയ്യുമെന്ന് ഖമേനി വിതുമ്പിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു. എന്നാൽ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ആ പ്രതികാരം പശ്ചിമേഷ്യയെ മൊത്തത്തിൽ വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കും ഒടുവിൽ അദ്ദേഹത്തിന്റെ തന്നെ അന്ത്യത്തിലേക്കും രാജ്യത്തെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. പ്രോക്സി യുദ്ധങ്ങൾക്ക് പുറമെ ഇറാന്റെയും അലി ഖമേനിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സമ്പൂർണ്ണ ആണവശക്തിയായി മാറുക എന്നത്.
ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഹറാമാണെന്ന് വിലക്കപ്പെട്ടത് കാണിച്ചുകൊണ്ട് ഖമേനി ഒരു ഔദ്യോഗിക ഫത്വ അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ കേവലം വൈദ്യുതി ഉൽപ്പാദനത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള സമാധാനപരമായ പദ്ധതികളാണെന്ന് അദ്ദേഹം ലോകത്തോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ സത്യം അതായിരുന്നില്ല. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും അമേരിക്കയുടെ CIA നടത്തിയ രഹസ്യ അന്വേഷണങ്ങളിൽ അമദ് പ്രോജക്റ്റ് എന്ന പേരിൽ ഇറാൻ രഹസ്യമായി അണുബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ടെത്തി. നഡാൻസ്, ഫോർദോ എന്നിവിടങ്ങളിലെ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ അറകളിൽ ഇറാൻ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂഗുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കി. ഇതൊരു വലിയ ഭീഷണിയായി കണ്ട പാശ്ചാത്യ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ എണ്ണ കയറ്റുമതി ലോകവിപണിയിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാജ്യത്തെ പണപ്പെരുപ്പം കുതിച്ചുയർന്നു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തി. ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലായിട്ടും ഖമേനി അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായില്ല. പാശ്ചാത്യ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താതെ രാജ്യത്തിനകത്തെ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് നിലനിൽക്കുന്ന പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്നൊരാശയം അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചു. 2015 അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനുമായി ഒരു ചരിത്രപരമായ ആണവ കരാർ JCPOA ഒപ്പുവെറ്റപ്പെട്ടു. ഉപരോധങ്ങൾ നീക്കുന്നതിനു പകരമായി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ വെട്ടിച്ചുരുക്കാൻ തയ്യാറായി. എന്നാൽ 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാർ വളരെ മോശമാണെന്ന് കാണിച്ച് അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനെതിരെ മാക്സിമം പ്രഷർ എന്ന പേരിൽ ഉപരോധങ്ങൾ ഏറ്റവും കഠിനമാക്കുകയും ചെയ്തു. ഇതിൽ കടുത്ത പ്രകോപിതനായ ഖമേനി കരാറിലെ എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും 60% യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കി. അണുബോംബ് നിർമ്മിക്കാനുള്ള ഒരു ബ്രേക്കൌട്ട് ടൈം വെറും ആഴ്ചകൾ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് ഇറാനെ അദ്ദേഹം എത്തിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം കിഴക്കൻ രാജ്യങ്ങളായ റഷ്യയുമായും ചൈനയുമായും തന്ത്രപ്രധാനമായ സഖ്യങ്ങൾ രൂപീകരിച്ചു. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ വ്ളാഡിമിർ പുടിന് ആവശ്യമായ ഷാഹെദ് 336 അഥവാ ഷാഹെദ് 136 കാമിക്കാസെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും നൽകാൻ വരെ ഖമേനി തയ്യാറായി. അമേരിക്കയെയും നാറ്റോയെയും തോൽപ്പിക്കാൻ ആരുമായും അദ്ദേഹം കൈകോർത്തു. എന്നാൽ ഈ വലിയ നീക്കങ്ങൾക്കെല്ലാം അദ്ദേഹം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. 2024-2025 കാലഘട്ടം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന അഗ്നിപർവ്വതമായിരുന്നു. ഗാസയിലെ യുദ്ധവും ഇസ്രായേലുമായുള്ള നിരന്തര സംഘർഷങ്ങളും അതിരുകടന്നു. 2025 ജൂണിൽ ആരംഭിച്ച 12-ഡേ വാർ അഥവാ 12 ദിവസ യുദ്ധം എന്നറിയപ്പെട്ട വൻ സംഘർഷത്തിൽ ഹിസ്ബുള്ളയും ഇറാന്റെ മറ്റു പ്രോക്സി ഗ്രൂപ്പുകളും ഇസ്രായേലിന് നേരെ ഒരു വലിയ മിസൈൽ മഴ തന്നെ സൃഷ്ടിച്ചു. കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോകുന്ന അവസ്ഥയിലെത്തി. ഇറാന്റെ ഈ വളർച്ച ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും ഒരണുബോംബ് ഇറാന്റെ കൈകളിലെത്തിയാൽ അത് അമേരിക്കയെയും ഇസ്രായേലിനെയും എന്നേക്കുമായി തകർക്കുമെന്നും പാശ്ചാത്യ ലോകമുറപ്പിച്ചു. ഇതിന് ഒരേ ഒരു പരിഹാരം ഈ ഭീകരതയുടെ നീരാളിയുടെ തല കൊയ്തെടുക്കുക എന്നത് മാത്രമാണെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിനും ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കും വ്യക്തമായി. ദശാബ്ദങ്ങളായി ഇസ്രായേലിന്റെ മൊസാദും അമേരിക്കയുടെ CIA-യും അലി ഖമേനിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മൊഹ്സൻ ഫക്രിസാദയെപ്പോലുള്ള ഇറാന്റെ ഉന്നത ആണവശാസ്ത്രജ്ഞരെ തെഹ്റാനിലിട്ട് മൊസാദ് അതിവിദഗ്ധമായി കൊലപ്പെടുത്തിയപ്പോൾ തന്നെ ഇറാന്റെ സുരക്ഷാ വീഴ്ചകൾ വ്യക്തമായിരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ വെവാക്കിനുള്ളിലും അതീവ സുരക്ഷാ വിഭാഗമായ IRGC-യിലുമടക്കം CIA തങ്ങളുടെ അതിവിദഗ്ധരായ ചാരന്മാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഖമേനിയുടെ ആരോഗ്യനില, അദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ, അദ്ദേഹത്തിന്റെ ദൈനംദിന ദിനചര്യകൾ, വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുമായുള്ള മീറ്റിംഗുകൾ എന്നിങ്ങനെ സർവ്വവിവരങ്ങളും ഇസ്രയേലിലെയും അമേരിക്കയിലെയും കൺട്രോൾ റൂമുകളിൽ തത്സമയം എത്തിക്കൊണ്ടിരുന്നു. തെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള കോൺക്രീറ്റ് ബങ്കറുകളാൽ ചുറ്റപ്പെട്ട അദ്ദേഹത്തിന്റെ വസതിയായ ബെയ്ത്ത്-ഇ-റഹ്ബാരിയുടെ കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ, ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജറി അവർ നിരന്തരം ശേഖരിച്ചു. ഭൂഗർഭ റഡാറുകളും വിപുലമായ സിഗ്നൽ ഇന്റലിജൻസും ഉപയോഗിച്ച് എപ്പോൾ ഏത് സമയത്ത് അദ്ദേഹം എവിടെയുണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടി. ഒരു സാധാരണ ഡ്രോൺ ആക്രമണമോ സ്നൈപ്പർ ആക്രമണമോ അദ്ദേഹത്തിന് നേരെ നടത്തുക അസാധ്യമായിരുന്നു.
കാരണം അദ്ദേഹം എപ്പോഴും ഭൂഗർഭ ബങ്കറുകളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിനാൽ ഒരു വലിയ വ്യോമാക്രമണത്തിന് തന്നെ വാഷിംഗ്ടണിലെയും ടെല്ലവീവിലെയും അതീവ രഹസ്യാറകളിൽ രൂപം കൊണ്ടു. യുദ്ധത്തിന്റെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തി മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ തലവനെ അവരുടെ തലസ്ഥാനത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. ലോകം സമാധാനപരമായി ഉറങ്ങുമ്പോഴും ആകാശത്ത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ കരിമുകിലുകൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച ഖമേനിയെ കാത്ത് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക രഹസ്യാന്വേഷണ ഓപ്പറേഷൻ അണിയറയിൽ ഒരുങ്ങുകയായിരുന്നു. ആ ദിവസം വന്നെത്തുകയായി. 2026 ഫെബ്രുവരി മാസത്തിന്റെ അവസാന നാളുകൾ. വാഷിംഗ്ടണിലെ CIA ആസ്ഥാനത്തും ടെലവീവിലെ മൊസാദിന്റെ രഹസ്യ കൺട്രോൾ റൂമുകളിലും ശ്വാസമടക്കിപ്പിടിച്ചുള്ള വലിയൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു സൈനിക നീക്കത്തിനുള്ള അവസാന മിനുക്കുപണികൾ നടക്കുകയായിരുന്നു അവിടെ. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ തെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഖമേനിയുടെ വസതിയിൽ ബെയ്ത്ത് ഇ റെഹബരി കോമ്പൗണ്ടിൽ വെച്ച് ഇറാന്റെ ഏറ്റവും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സൈനിക മേധാവികളുടെയും ഒരു രഹസ്യയോഗം നടക്കുന്നുണ്ടെന്ന വളരെ കൃത്യമായ രഹസ്യാന്വേഷണ വിവരം ഹ്യൂമൻ ഇന്റലിജൻസ് ആൻഡ് സിഗ്നൽ ഇന്റലിജൻസ് അവർക്ക് ലഭിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന ആ നിർണായക യോഗത്തിൽ 86 വയസ്സുകാരനായ പരമോന്നത നേതാവ് അലി ഖമേനിയും നേരിട്ട് പങ്കെടുക്കുമെന്ന് അവർക്കുറപ്പായി. ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം ലഭിക്കുന്ന ഈ സുവർണാവസരം പാഴാക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒരുക്കമായിരുന്നില്ല. ഒരു പകൽ സമയത്തെ ആക്രമണം എന്നത് അത്യന്തം അപകടം പിടിച്ചതാണെങ്കിലും രാത്രിയിൽ അദ്ദേഹം എവിടെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ആ വലിയ തീരുമാനമെടുത്തു. ഈയൊരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു അവർ വർഷങ്ങളായി കാത്തിരുന്നത്. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെ 5:30 ഇസ്രയേൽ വ്യോമസേനയുടെ അത്യാധുനിക റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കഴിയുന്ന 5ാം തലമുറ പോർവിമാനങ്ങളായ F-35 അഡീർ ജെറ്റുകളും വലിയ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള F-15 കപ്പൽ വ്യൂഹങ്ങളും രഹസ്യ താവളങ്ങളിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചു. ഈ മിഷന് അമേരിക്കൻ വ്യോമസേനയുടെ വലിയ തന്ത്രപരമായ പിന്തുണയും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങളും ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കാനുള്ള ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങളും സജ്ജമാക്കിയിരുന്നു. സിറിയയുടെയും ഇറാഖിന്റെയും വ്യോമാതിർത്തികൾ വളരെ വേഗത്തിൽ കടന്ന അവർ ഇറാനിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ ഏറ്റവും മികച്ച ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ കാലഹരണപ്പെട്ട വ്യോമ പ്രതിരോധ റഡാറുകളെയും റഷ്യൻ നിർമ്മിത S-300 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും അന്ധരാക്കിക്കൊണ്ട് അവർ തെഹ്റാൻ നഗരം ലക്ഷ്യമാക്കി പറന്നു. ദശാബ്ദങ്ങളായി പടുത്തുയർത്തിയ ഒരു വിപ്ലവ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. രാവിലെ കൃത്യം 8:10 തെഹ്റാൻ നഗരത്തിലെ ജനങ്ങൾ തങ്ങളുടെ പ്രവൃത്തി ദിവസത്തിലേക്ക് സാധാരണ പോലെ ഉണരുന്നതേയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് നീലാകാശത്തുനിന്ന് ഇടിമുഴക്കം പോലെ, അഗ്നിവർഷം പോലെ ആ സർവനാശകാരിയായ ആക്രമണം സംഭവിച്ചത്. ഇസ്രയേലി അമേരിക്കൻ ജെറ്റുകൾ കൃത്യമായ കോർഡിനേറ്റുകൾ ലോക്ക് ചെയ്ത ശേഷം ഖമേനിയുടെ ആ കൂറ്റൻ കോമ്പൗണ്ടിന് മുകളിലേക്ക് കൃത്യതയാർന്ന 30ഓളം ഭീമാകാരമായ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് നിമിഷങ്ങൾക്കുള്ളിൽ വർഷിച്ചത്. കോൺക്രീറ്റ് പാളികൾ തുളച്ചുകയറി ഭൂമിക്കടിയിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന മാരകമായ ബോംബുകളായിരുന്നു അവ. അതിശക്തമായ പരമ്പര സ്ഫോടനങ്ങളിൽ തെഹ്റാൻ നഗരം ഒന്നാകെ ഒരു വലിയ ഭൂകമ്പമുണ്ടായതുപോലെ കുലുങ്ങിവിറച്ചു. ആകാശത്തേക്ക് വലിയൊരു കൂണാകൃതിയിലുള്ള തീഗോളവും പൊടിപടലങ്ങളും ഉയർന്നു പൊങ്ങി. മൈലുകൾക്കപ്പുറമുള്ള കെട്ടിടങ്ങളുടെ ചില്ലുകൾ വരെ തകർന്നു വീണു. ആ കൂറ്റൻ സുരക്ഷാ കോമ്പൗണ്ട് പൂർണ്ണമായും ഭൂമിയോട് ചേർന്നു. ആധുനിക ലോകം കണ്ട ഏറ്റവും ഭയാനകവും കൃത്യതയാർന്നതുമായ ആ വ്യോമാക്രമണത്തിൽ 3.5 പതിറ്റാണ്ടിലേറെക്കാലം ഇറാനെ ഒരു ഉരുക്കുമുഷ്ടികൊണ്ട് ഭരിച്ച മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തനായ ഏകാധിപതി സാക്ഷാൽ ആയത്തുള്ള അലി ഖമേനി തൽക്ഷണം കൊല്ലപ്പെട്ടു. ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച അദ്ദേഹം ഒടുവിൽ മറ്റൊരു സ്ഫോടനത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞു. ആ ഒരൊറ്റ വലിയ ആക്രമണത്തിൽ ഖമേനിയെ കൂടാതെ IRGC തലവൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ 40ഓളം വരുന്ന ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കളും ആ കോമ്പൗണ്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. മണിക്കൂറുകളോളം ആർക്കും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് കടക്കാൻ പോലും കഴിഞ്ഞില്ല. സ്ഫോടനത്തിന് പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖമേനിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തി.
ഇറാൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യം തിരികെ പിടിക്കാനും ഭീകരതയിൽ നിന്ന് മോചിതരാകാനുമുള്ള ഏറ്റവും വലിയ അവസരമാണിതെന്നാണ് ട്രംപ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. തുടക്കത്തിൽ സർക്കാർ വാർത്താ ഏജൻസികൾ ഈ വിവരങ്ങൾ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും വൈകുന്നേരത്തോടെ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയുടെ പതിവ് പരിപാടികൾ നിർത്തിവെച്ചു. കറുത്ത വസ്ത്രം ധരിച്ചൊരു വാർത്താ അവതാരകൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഖുറാൻ സൂക്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പരമോന്നത നേതാവിന്റെ രക്തസാക്ഷിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിക്കപ്പെട്ടു. ആധുനിക ലോകം കണ്ട ഏറ്റവും ഭയാനകവും കൃത്യതയാർന്നതുമായ ആ വ്യോമാക്രമണത്തിൽ 3.5 പതിറ്റാണ്ടിലേറെക്കാലം ഇറാനെ ഒരു ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തനായ ഏകാധിപതി സാക്ഷാൽ ആയത്തുള്ള അലി ഖമേനി തൽക്ഷണം കൊല്ലപ്പെട്ടു. ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച അദ്ദേഹം ഒടുവിൽ മറ്റൊരു സ്ഫോടനത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞു. ആ ഒരൊറ്റ വലിയ ആക്രമണത്തിൽ ഖമേനിയെ കൂടാതെ IRGC തലവൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ 40ഓളം വരുന്ന ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കളും ആ കോമ്പൗണ്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. മണിക്കൂറുകളോളം ആർക്കും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് കടക്കാൻ പോലും കഴിഞ്ഞില്ല. സ്ഫോടനത്തിന് പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖമേനിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇറാൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യം തിരികെ പിടിക്കാനും ഭീകരതയിൽ നിന്ന് മോചിതരാകാനുമുള്ള ഏറ്റവും വലിയ അവസരമാണിതെന്നാണ് ട്രംപ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. തുടക്കത്തിൽ സർക്കാർ വാർത്താ ഏജൻസികൾ ഈ വിവരങ്ങൾ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും വൈകുന്നേരത്തോടെ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയുടെ പതിവ് പരിപാടികൾ നിർത്തിവെച്ചു. കറുത്ത വസ്ത്രം ധരിച്ചൊരു വാർത്താ അവതാരകൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഖുറാൻ സൂക്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പരമോന്നത നേതാവിന്റെ രക്തസാക്ഷിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിക്കപ്പെട്ടു. ഈ മരണവാർത്തയറിഞ്ഞ് ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്രമായിരുന്നു. ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി മാറത്തടിച്ച് കണ്ണീരോടെ തെരുവിലിറങ്ങി കരഞ്ഞപ്പോൾ, വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കിരാതഭരണത്തിൽ അടിച്ചമർത്തപ്പെട്ട, സ്വന്തം മക്കളെ ജയിലുകളിലും തെരുവുകളിലും നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് യുവാക്കളും സ്ത്രീകളും തെരുവുകളിൽ രഹസ്യമായും പരസ്യമായും മധുരം വിതരണം ചെയ്തും കാറുകളുടെ ഹോൺ മുഴക്കിയും ആഘോഷിച്ചു. അവരുടെ 3.5 പതിറ്റാണ്ടത്തെ കാത്തിരിപ്പാണ് അവിടെ അവസാനിച്ചത്. ലോകമെമ്പാടും ഈ വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ലണ്ടൻ, പാരീസ്, വാഷിംഗ്ടൺ തുടങ്ങി ലോകത്തെമ്പാടുമുള്ള പ്രവാസി ഇറാനികൾ റോഡിലിറങ്ങി പാട്ടുപാടി നൃത്തം വെച്ചു. മറുവശത്ത് പാകിസ്ഥാൻ, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വൻ പ്രതിഷേധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ഭാവി എന്താകും എന്ന ലോകത്തെ ഏറ്റവും വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഒരു ശക്തനായ നേതാവില്ലാതെ ഇറാനിയൻ സൈന്യവും IRGCയും തമ്മിൽ പോരടിക്കുമോ? രാജ്യം ഒരു കടുത്ത ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ? അതോ പരിഷ്കരണവാദികൾ അധികാരം പിടിച്ചെടുത്ത് ഇറാനെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കി മാറ്റുമോ? ഈ അസ്ഥിരത ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമാകുമോ? ഒരു യുഗം അവസാനിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാലത്തിന് മാത്രമേ ഉത്തരം നൽകാനാകൂ. പ്രിയ സുഹൃത്തുക്കളെ, അലി ഖമേനി എന്ന ആധുനിക കാലത്തെ ഏറ്റവും വലിയ സുൽത്താന്റെ ചോരമണക്കുന്ന ഈ ഇതിഹാസ കഥ നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യന്റെ ആശയങ്ങളും ഇച്ഛാശക്തിയും എങ്ങനെയാണ് ഒരു രാജ്യത്തെയും ലോകത്തിന്റെ ഗതിയെയും മാറ്റിമറിച്ചതെന്നും പരുക്കൻ അധികാരം എങ്ങനെയാണ് ഒരു സാധാരണ മതപണ്ഡിതനെ സ്വന്തം ജനതയുടെ ചോര കുടിക്കുന്ന ഒരു ഏകാധിപതിയാക്കി മാറ്റിയതെന്നും നമ്മൾ കണ്ടു. ഒടുവിൽ എത്ര വലിയ കോട്ടയ്ക്കുള്ളിൽ പതിയിരുന്നാലും, എത്ര വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായാലും ചരിത്രത്തിന്റെ കണക്ക് തീർക്കലുകളിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാനാവില്ലെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഖമേനിയുടെ ഈ മരണം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇത് ലോകത്തെ കൂടുതൽ വലിയ യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതു രാജ്യത്തു നിന്നാണ് ഈ വീഡിയോ കണ്ടതെന്നും അവിടുത്തെ ഇപ്പോഴത്തെ സമയവും കമന്റ് ചെയ്യാൻ മറക്കരുത്. ദിവസങ്ങളുടെ അധ്വാനം ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ട്. അതിനാൽ ഈ ചരിത്ര വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ്. കൂടുതൽ ആഴത്തിലുള്ള ചരിത്ര വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.